അള്ളാഹു നൽകുന്ന ബറക്കത്ത് ഒരിക്കലും അവസാനിക്കാത്തതായിരിക്കും, അവസാനിക്കൂല. വൽ ഖലീലു ഇദാ ബാറക ഫീഹി സാറ കസീറാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറച്ചുള്ള ഒരു വസ്തുവിലെങ്ങാനും അല്ലാഹു ബറക്കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ധാരാളമായി അതങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ വിശ്വാസമുള്ളവരാണ് മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ. എങ്കിൽ ഇസ്ലാം ഈ വിഷയത്തിൽ നമ്മളോട് പറയുകയാണ്, ബറക്കത്ത് ലഭിക്കാനുള്ള മാർഗം ചരടല്ല, ഏലസല്ല, ബോർഡുകൾ കെട്ടിത്തൂക്കലല്ല, ഏതെങ്കിലും ആൾ തന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കലല്ല. ഇസ്ലാം അതിനൊക്കെ ഓരോ മഹത്വം പഠിപ്പിച്ചു. ചില സ്ഥലങ്ങൾക്ക് ബറക്കത്തുണ്ട്, ആ സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ കാണണം. മക്കയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞല്ലോ, ബക്കത്തും മുബാറക, അനുഗ്രഹീതമായ ബക്ക, മക്കക്ക് ബറക്കത്തുണ്ട്. മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസര പ്രദേശങ്ങൾ നാം ബറക്കത്ത് ചെയ്യപ്പെട്ട പ്രദേശമാണ്. മദീനയെ പറ്റിയിട്ടും അത് പറഞ്ഞിരിക്കുന്നു, ചില സ്ഥലങ്ങൾക്ക് ബറക്കത്തുണ്ട്. അതേപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ബറക്കത്തിന്റെ. ബൂരിക അലാ ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയത്ത് നാം അവർക്ക് ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ വൈകി കിടന്നുറങ്ങി അവസാനം എല്ലാ ക്ഷീണവും മാറ്റാൻ നമ്മൾ ഉപയോഗപ്പെടുന്ന സുബ്ഹിന് വരെ നമുക്ക് എത്തിപ്പെടാൻ സാധ്യമാകുന്നുണ്ടോ? ശേഷമുള്ള സമയത്തുള്ള ദുആകൾ, ദിക്റുകൾക്ക് നമുക്ക് പറ്റുന്നുണ്ടോ? എന്റെ ഉമ്മത്തിന് ബറക്കത്ത് ലഭിക്കപ്പെടുന്ന സമയമാണ് പ്രഭാതം. അവന്റെ കച്ചവടമാകട്ടെ, ജോലിയാവട്ടെ, പഠനമാകട്ടെ, എന്തു തന്നെയാവട്ടെ, അവൻ ശ്രമിക്കേണ്ടത് ആ പ്രഭാത സമയത്തുള്ള ബറക്കത്തിലൂടെ അത് നേടിയെടുക്കാൻ വിശ്വാസി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഭക്ഷണത്തിൽ പോലും അല്ലാഹു തആല ബറക്കത്ത് നിശ്ചയിച്ചതായി കാണാമല്ലോ. സൈത്തൂൻ എന്ന ഒലീവ് വൃക്ഷത്തെ പറ്റി പറഞ്ഞു, ശജറത്തും മുബാറക, അത് അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട മരമാണ് സൈത്തൂൻ. നമ്മുടെ വീടുകളിൽ എത്ര പേര് ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ പാചകത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ സൈത്തൂനിനെ നമ്മൾ ആരൊക്കെ പരിഗണിക്കാറുണ്ട്? നമുക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ നമ്മൾ പണത്തെ പറ്റി ചിന്തിക്കും, വലിയ പൈസ കൊടുത്ത് മേടിക്കണ്ടേ? എത്ര പണം ചെലവഴിയാലും ആശുപത്രികളിൽ ചികിത്സക്ക് വേണ്ടി നമ്മൾ ആരും പിന്നെ പൈസ നോക്കാറില്ല. എങ്കിൽ മരുന്ന് കഴിച്ചൂടെ? ഇസ്ലാം പറഞ്ഞ ബറക്കത്താക്കപ്പെട്ട സൈത്തൂൻ, സരീദ്, ചീസ് എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന അറബികൾ കാര്യമായി കഴിച്ചിരുന്ന പാലുൽപ്പന്നമായ സരീദിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. അത്താഴം കഴിക്കൂ, അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. നിങ്ങൾ ജമാഅത്തായി സംഗമിച്ച് കൂട്ടമായുള്ള പ്രവർത്തനങ്ങൾ, നന്മകളിൽ ഏർപ്പെടൂ, നിങ്ങൾക്കതിൽ ബറക്കത്തുണ്ട്. പ്രവാചകന്റെ അടുത്ത് സഹാബത്ത് വന്ന് പരാതി പറയുകയാണ്, നബിയെ, ഒരുപാട് ഭക്ഷണം ഞങ്ങൾ ആവർത്തിച്ച് കഴിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ല നബിയെ. മറുപടി, നിങ്ങൾ പോഷകാഹാരം കഴിക്കണില്ല എന്നാണോ? നിങ്ങൾ മേടിച്ച ഭക്ഷണം ക്വാളിറ്റി ഇല്ല എന്നാണോ? നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങളൊക്കെ ഒറ്റക്കൊറ്റക്കിരുന്നാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അവര് പറഞ്ഞു, അതങ്ങനെയാണ്. എങ്കിൽ ബിൽ ജമാ, നിങ്ങൾ സംഘമായി കൂട്ടമായി വീട്ടിലുള്ള അംഗങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ, അതിലാണ് നിങ്ങൾക്ക് ബറക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരംശം നിലത്ത് വീണാൽ നമ്മളൊക്കെ അതിനെ വിളിക്കുക അത് വേസ്റ്റ് ആണെന്നാണ്. എന്നാൽ എടുക്കാൻ പറ്റുന്ന, തുടക്കാൻ പറ്റുന്ന, കഴുകാൻ പറ്റുന്ന ഒരു വസ്തു വീണുപോയാൽ നിങ്ങൾ അത് എടുക്കണം. ഫല്യഖുദ്ഹാ, നിങ്ങൾ ആ ഭക്ഷണ പദാർത്ഥം എടുക്കണം. ഫല്യുമിത് മാ കാന മിനൽ ലദാ, അതിന്മേലായിട്ടുള്ള അഴുക്കിനെ നിങ്ങൾ തുടച്ചു നീക്കണം. എന്നിട്ടോ ഫല്യഖുൽഹാ, നിങ്ങൾ അത് കഴിക്കണം. വലാ തദഇ ലിശ്ശൈത്താൻ, പിശാചിന് വേണ്ടി നിങ്ങൾ അത് ഒഴിവാക്കരുത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഫീ അയ്യി തുആമിഹിൽ ബറക, നിങ്ങൾ കഴിക്കുന്നതിലെ ഏതിലാണ് അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയൂല. അതുകൊണ്ട് ഒന്നും നിങ്ങൾ കളയരുത്. വീട്ടിലെ ഭക്ഷണകാര്യത്തെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ചില വ്യക്തികളിൽ അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഈസാ നബിയുടെ ചരിത്രം വായിച്ചില്ല നമ്മൾ? വജഅലനീ മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ബറക്കത്താക്കിയിരിക്കുന്നു. ആ ഇൽമിലും ആ പാണ്ഡിത്യത്തിലും പ്രബോധനത്തിലും നന്മ പറയുന്നിടത്തും തിന്മയെ എതിർക്കുന്നിടത്തുമൊക്കെ അല്ലാഹു എനിക്കൊരു ബറക്കത്ത് നൽകിയിട്ടുണ്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു. ശരിയാണ്.
എന്നാൽ ഈസാ നബിന്റെ കാലശേഷം വന്ന നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിന്റെ കാലഘട്ടം, അവരൊക്കെ അവരുടെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ഈസാ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗം മാറ്റണേ എവിടെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ. നിങ്ങൾ കേൾക്കൂല. എന്തുകൊണ്ട് കേൾക്കൂല? അത് ഇസ്ലാമിക മര്യാദകളിൽ, പ്രാർത്ഥനകളിൽ പെടാത്തതും ബിദ്അത്തായി പാടില്ലാത്തതുമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെയും നബിന്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യമല്ല. അത് നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ബറക്കത്തുള്ളവരുണ്ട്, ബറക്കത്തുള്ള പലതുമുണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധ്യമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നു, നമുക്ക് ബറക്കത്ത് വേണമെങ്കിൽ ഇസ്ലാം അതിന്റെ ചില കാരണങ്ങൾ പറയുന്നു. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കും അത് ലഭിക്കും. ആർക്കും ഇന്ന ആൾക്കാർക്ക് കൊടുക്കൂല. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്കത് കിട്ടും. അതിൽപ്പെട്ടതാണ് ഒന്നാമത് ഉലമാക്കന്മാര് പറഞ്ഞ തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പടച്ചോ നമുക്ക് ബർക്കത്ത് തരും. ഈമാനാണ് അടയാളം, നമ്മുടെ തഖ്വയാണ്, പടച്ചോനെ പേടിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബറക്കത്തിന്റെ അടിസ്ഥാന കാരണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ആരെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് പാപങ്ങളെ ഒഴിവാക്കുന്നു, നന്മകൾ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹ് എല്ലാ പ്രശ്നങ്ങൾക്കും പോം വഴി ഉണ്ടാക്കി കൊടുക്കും. അതാണ് അതിലെ ബർക്കത്ത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പോം വഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിൽ അല്ലാഹു അവന് റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ കൽപ്പനയായിട്ട് നമ്മൾ പഠിപ്പിച്ചു. തഖ്വയുടെ നേട്ടമാണ്. രണ്ടാമത് കാണുന്നത് വതഅല്ലുമിൽ ഖുർആൻ, ഖുർആൻ പഠിക്കൽ വലിയ ബറക്കത്തിന്റെ കാരണമാണ്. എന്ത് വലിയ വലിയ നേട്ടങ്ങളുള്ള കാര്യങ്ങളെ ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ ഖുർആൻ പഠനം ഒഴിവാക്കിയിട്ടൊന്നും കാണില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിനൊരു സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. അള്ളാഹു ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. മുബാറകുൻ, അത് അനുഗ്രഹീതമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ടതാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയാത്തുകളെ പറ്റി ആലോചിക്കാനും ചിന്തിച്ചു മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഒരു മൂത്ത് പോരാ, തദബ്ബുർ വേണം, ചിന്തിക്കണം, അർത്ഥമറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനുള്ള നമ്മുടെ മഹല്ലിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നിങ്ങളുടെ വീടിനടുത്ത് എവിടെയാണ് ശരിയായ അഖീദയനുസരിച്ച് അഹ്ലുസ്സാലിഹീൻ അഹ്ലുസലഫുകളുടെ മാർഗ്ഗം സ്വാലിഹീങ്ങളുടെ മാർഗത്തിലുള്ള പഠനം കിട്ടുന്നതെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കണം, പങ്കെടുക്കാൻ ശ്രദ്ധിക്കത് ബറക്കത്തിന്റെ കാരണമാണ്. മൂന്നാമത് ഉലമാക്കന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം ഇത്തിബാഉ സുന്നതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കച്ചവടത്തിൽ നമുക്ക് ബർക്കത്ത് കിട്ടണോ? നമ്മുടെ വീട്ടിൽ നമുക്ക് ബർക്കത്ത് കിട്ടണോ? നമ്മുടെ 4-5 മക്കളുണ്ടായിട്ട് മക്കളിൽ നമുക്ക് ബർക്കത്ത് കിട്ടണോ? ആ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റലാണ് കാരണം. ഒരു നിഅമത്തിൽ നമുക്ക് ബർക്കത്ത് കിട്ടണോ? അതിലെന്താണോ ഫീ മൽബസിഹി, വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ എന്തൊക്കെ ഇസ്ലാമിക മര്യാദ ഉണ്ടോ അത് പാലിച്ചാൽ അവന് ബർക്കത്തിന് കാരണക്കാരനാകും. അവന്റെ ഏതേത് രംഗത്താവട്ടെ അവൻ കാണിക്കുന്ന ഒരു കാര്യത്തിലുള്ള ഇസ്ലാമിന്റെ മര്യാദകൾ അദബ് പഠിച്ച് അത് ചെയ്യലാണ് ബറക്കത്ത്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്, ഫൽ ബറക വൽ ഖൈറു കുല്ലുഹു ഫീ അത്ബാഇ അദബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യത്തിൽ ഖൈർ കിട്ടണോ, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടണോ, നിങ്ങൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദബുകൾ പാലിക്കലാണ് അതിന്റെ കാരണം. വഇംതിസാലി അംരിഹി, നബി തങ്ങൾ എന്തൊക്കെ ഒരു കാര്യമാണോ വിഷയത്തിൽ കൽപ്പിച്ചത് അത് പാലിച്ചാൽ നമുക്ക് ബറക്കത്ത് കിട്ടും. പിന്നെയോ വദ്ദുആ, സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം പ്രാർത്ഥന. അല്ലാഹുവേ എന്റെ സമ്പത്തിലും ജോലിയിലും വരുമാനത്തിലൊക്കെ ബർക്കത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ദുആയുണ്ടാവണം, മനസ്സറിഞ്ഞ പ്രാർത്ഥനയുണ്ടാവണം.
നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീ വഖ്ലുഫ് അലയ്യ കുല്ല ഗായിബത്തിൻ ലീ ബിഖൈർ. നമ്മളൊക്കെ പറയും കുറേ ഉണ്ടായിട്ട് നമുക്ക് മതിയായി തോന്നുന്നില്ല, എത്ര കിട്ടിയാലും എനിക്കിതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ ഖന്നിഅനി, അല്ലാഹുവേ എന്നെ സംതൃപ്തിയുള്ളവനാക്കണേ, ബിമാ റസഖ്തനി, നീ എനിക്ക് തന്നതിൽ, കുറച്ചുള്ളൂ ഉള്ളതിൽ, കുറവാണെങ്കിലും ഉള്ളത് കൊണ്ട് എനിക്ക് സംതൃപ്തി ഉണ്ടാക്കി തരണേ, വബാരിക് ലീ ഫീ, ഉള്ളതിൽ എനിക്ക് ബറക്കത്ത് നൽകണേ. കുറേ വേണം നല്ല ചോദിക്കുന്നത്, ഉള്ളതിൽ കിട്ടിയ കുറച്ചെങ്കിൽ അതിൽ എനിക്ക് ബറക്കത്ത് ഉണ്ടാക്കി തരണേ. വഖ്ലുഫ് അലയ്യ അലാ ഗായിബത്തിൻ ബിഖൈർ, ഖൈറിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളും അത് നടപ്പിലാക്കണം. മറ്റൊരു കാരണം, അഞ്ചാമതായി ഉലമാക്കന്മാർ പറഞ്ഞത്, ഈ സദസ്സിലിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അസ്സിദ്ഖു ഫിൽ മുആമല, ഇടപാടുകളിൽ സത്യസന്ധത പാലിക്കുക. കച്ചവടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പൈസന്റെ ഇടപാടാണ്. വേടിക്കുന്നവരും കൊടുക്കുന്നവരും കച്ചവടക്കാരും ഒക്കെ സത്യസന്ധത പാലിച്ചാൽ ചെറിയ ഷോപ്പാണെങ്കിലും അവിടെ ബർക്കത്ത് വരും. ഇനി വേറെ എവിടേക്കും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാം. നബി തങ്ങളാ പറഞ്ഞത്, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ, രണ്ട് കച്ചവടക്കാര്, വാങ്ങുന്നയാളും വിൽക്കുന്നയാളും, ഫഇൻ സദഖാ, അവർ രണ്ടുപേരും സത്യസന്ധത പാലിച്ചു, വബയ്യന, കച്ചവട വസ്തുവിന്റെ കുറവുകളും പോരായ്മകളും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇത് ഇത്ര വിലയാണ്, ഇത് ഇത്ര ക്വാളിറ്റി ഉള്ളൂ, ഇത്രയാണ്, ഇത് വലിയ കാര്യമൊന്നുമല്ല, അധികം മുന്നോട്ട് പോകൂല, കുറവുകളൊക്കെ പറഞ്ഞു കൊടുത്തു. വബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ രണ്ടുപേരുടെയും ഇടപാടിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കും. ചില ആളുകൾക്ക് തോന്നലാണ്, ഞാൻ സത്യം പറഞ്ഞാല് എന്റെ കച്ചവടം മോശമായാലോ, ഞാൻ സത്യസന്ധനായിട്ട് അങ്ങനെ നോക്കിയാൽ, ഇപ്പൊ അങ്ങനെ ഒന്നും നോക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്യുന്ന കള്ളക്കളികളിലൂടെ അവൻ വിജയിക്കുന്നവർക്ക് തോന്നിപ്പിക്കുകയാണ് ശൈത്താൻ. എന്നാൽ നബിതങ്ങൾ പറയുകയാണ്, നിനക്ക് സത്യസന്ധമായി തന്റെ കുറവുകളും പോരായ്മകളൊക്കെ പറഞ്ഞുകൊണ്ട് നീ കച്ചവടം ചെയ്താൽ അതിൽ ബറക്കത്തുണ്ടാകും. ആരെങ്കിലും രണ്ടുപേരവർ കളവ് പറയുന്നു, വക്കത്തമാ, അവർ കച്ചവട വസ്തുവിന്റെ കുറവുകളും ന്യൂനതകളും മൂടിവെക്കുന്നു, മിണ്ടുന്നില്ല. എന്നിട്ട് ഞാൻ അവനെ പറ്റിച്ചു എന്ന് വിചാരിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. മൂടി വച്ചിരിക്കുന്നു. അവരുടെ കച്ചവടത്തിലെ ബറക്കത്തിന് അല്ലാഹു തുടച്ചു നീക്കും. അവൻ കട പൂട്ടാതെ 24 മണിക്കൂർ കച്ചവടം ചെയ്താലും സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതാണ് ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ഖൈറുകളും നിഅമത്തും ഉണ്ടാകാനുള്ള മാർഗം അവിടുന്ന് പഠിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തെറ്റായ വഴികൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ഖൈറും ബറക്കത്തുകളും വരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ച് ഇസ്തിഖാമത്തോടെ മുന്നോട്ട് പോയാൽ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും തളർത്താൻ നോക്കിയാലും അവർ ഈമാനിൽ ഉറച്ചു നിന്നങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവർക്ക് നാം നന്നായി നല്ല വെള്ളം അവരെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ്, അവർക്ക് നല്ല ഐശ്വര്യങ്ങൾ കൊടുക്കുന്ന. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഈ വിഷയം പഠിക്കാൻ ഒറ്റ ആയത്ത് വീട്ടിൽ പോയിട്ട് വായിക്കാൻ നമുക്ക്. സൂറത്തുൽ അറാഫിന്റെ 96-ാമത്തെ ആയത്ത്, ബറക്കത്തുണ്ടാകാനുള്ള മാർഗം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ആ ഗ്രാമത്തിലുള്ള ആളുകൾ അല്ലാഹുവിനെ ശരിക്ക് വിശ്വസിച്ചിരുന്നെങ്കിൽ, വത്തഖൗ, എന്നിട്ട് നല്ല തഖ്വ പാലിച്ചിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബറക്കത്തുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും പടച്ചോൻ ബറക്കത്ത് തരും, ഈമാനുള്ള തഖ്വ പാലിച്ചാൽ. പക്ഷേ വലാകിൻ കദ്ദബൂ, അവര് നിഷേധിക്കുകയാണ്, അള്ളാന്റെ നിഅമത്തുകളെ തള്ളുകയാണ്. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അതുകൊണ്ട് അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടുകയാണ്. ബറക്കത്തില്ല എന്ന് മാത്രമല്ല, അള്ളാന്റെ ശിക്ഷ വരാൻ വരെ സാധ്യതകൾ കൂടുകയാണ്. ശുക്ർ ധാരാളമായി അധികരിപ്പിച്ചാലും അള്ളാഹു നമുക്ക് നല്ല നിഅമത്തുകൾ ഏറ്റി തരും. നല്ല ശുക്ർ ഉണ്ടാവണം, നന്ദി ഉണ്ടാവണം.
പടച്ചോൻ തന്നതിന് അൽഹംദുലില്ലാ കൊണ്ട് അവനെ സ്തുതിക്കാൻ കഴിയണം. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ധാരാളമായി അല്ലാഹ്ക്ക് നന്ദി കാണിച്ചാൽ അല്ലാഹ് വീണ്ടും വീണ്ടും അധികരിപ്പിച്ച് നമുക്ക് തന്നിരിക്കും. ഖുർആൻ വാഗ്ദാനം ചെയ്തതാണ്, അധികമാക്കി തരാൻ പറഞ്ഞു. നല്ല തവക്കുലോടെ അല്ലാഹനെ ഭരമേൽപ്പിച്ചങ്ങ് ജീവിക്കാൻ ആരംഭിച്ചാൽ എലിഞ്ഞൊട്ടിയ ആ വയറുമായിട്ട് രാവിലെ പക്ഷികൾ അങ്ങ് പുറത്തിറങ്ങി പോവുകയാണ്. എവിടുന്ന് ഭക്ഷണം കിട്ടും? എവിടെ എന്റെ ഇരെന്നറിയില്ല. പക്ഷേ തഗ്ദൂ ബിതാന, അവരതാ വയറ് നിറച്ച രാവിലെ കാലി വയറുമായിട്ട് ആ പക്ഷികൾ പോകുന്നത്, വൈകുന്നേരം വയറ് നിറച്ചവരായി വരുന്നത് പോലെ നിങ്ങൾ അല്ലാഹനെ തവക്കുലാക്കിയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തന്നുകൊണ്ടിരിക്കും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിൽ തവക്കുലാക്കി പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അവന് അല്ലാഹ് മതിയായവനാണ്. പടച്ചോൻ തരും നമുക്ക് മാർഗങ്ങൾ. അത്തരത്തിൽ തന്നെ ഇഹ്സാനായ സുഹൃത്തുക്കൾ അധികരിപ്പിക്കുക, ഹജ്ജും ഉംറയും അധികരിപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഹൈറും ബർക്കത്തും നഷ്ടപ്പെടുത്തുന്ന കാര്യമല്ല കുടുംബ ബന്ധം ചേർക്കൽ. ചിലർക്ക് തോന്നലാണത് ചെലവ് കൂടുതലാണ്, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരിക്കലുമല്ല. അവന്റെ സമ്പത്ത് കുടുംബക്കാർക്കിടയിൽ സ്നേഹം കൂട്ടുന്ന കാര്യമാണ്. സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് സിലത്തുർ റഹ്മി, കുടുംബ ബന്ധം ചേർക്കൽ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യൽ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൂടാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്, നമ്മുടെ വാക്കുകളിൽ വരുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചാൽ, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന പ്രാർത്ഥനകൾ ഏറെക്കുറെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് മാഷാ അല്ലാ. എന്ത് കണ്ടാലും ഒരു മാഷാ അല്ലാ നമുക്ക് അറിയുള്ളൂ, രണ്ടാമതൊരു വാക്ക് നമുക്കറിയില്ല. ഈ മാഷാ അല്ലാ എപ്പോഴാ പറയേണ്ടത്? ഒരു ആളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ സംഭവം കാണുകയാണ്. മിൻ ഹാലിഹി ഔ മാലിഹി, അവന്റെ സമ്പത്തിലോ സാഹചര്യത്തിലോ അങ്ങനെ കാണുകയും അയാൾ അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനാണ്. ഇത് നിന്റെ വലിയ കഴിവൊന്നുമല്ല, മാഷാ അള്ളാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തോട് നടക്ക് കിട്ടിയതാണ്. അവിടെ നമ്മൾ ആ രൂപത്തിലാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. എന്നാൽ വേറെ ചില ആൾക്കാർ എന്തെങ്കിലും കണ്ടാൽ വേഗം പറയും തബാറക്കല്ലാ തബാറക്കല്ലാ. ഗൾഫിൽ നിന്ന് എവിടുന്നോ കിട്ടിയൊരു വാക്കാണ്, ഇത് എപ്പോഴാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തബാറക്കല്ലാ അതെപ്പോഴാ പറയേണ്ടത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ, ആകാശത്ത് ഇങ്ങനെ അത്ഭുതകരമായ മേഘക്കീറുകൾ, പോകുന്ന വഴിക്ക് വലിയ കൂറ്റൻ പർവ്വതങ്ങൾ, നമ്മളെ കണ്ണിന് കണ്ണഞ്ചിപ്പിക്കുന്ന അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് തബാറക്കല്ലാ, അള്ളാഹ് അനുഗ്രഹീതനായിരിക്കുന്നു, അള്ളാഹ് എത്ര അനുഗ്രഹീതനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നാൽ ഒരു വ്യക്തിയിൽ എന്തെങ്കിലും അത്ഭുതകരമായ ആനന്ദകരമായ സംഭവം കണ്ടാൽ അവിടെ നമ്മൾ പറയേണ്ടത് ബാറക്കല്ലാ, അല്ലാഹ് നിനക്ക് ഈ കാണുന്ന കാഴ്ചയിൽ ബറക്കത്ത് നൽകട്ടെ. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു നല്ല പുറത്ത് നല്ല വെള്ളമോരി ഒഴിച്ച് ശരീരത്തിലൂടെ നല്ല കുളിക്കുക, നല്ല ഭംഗിയുള്ള മനുഷ്യനായിരുന്നു, നല്ല ചൊറുക്കുള്ള മനുഷ്യനായിരുന്നു. സഹൽ റളിയല്ലാഹു അൻഹു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമിർ ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയി. ആ ശരീരം ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, എന്ത് ചൊറുക്കാണ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു രസമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ വാക്യം പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് സമയത്തിനകത്ത് സഹൽ റളിയല്ലാഹു അൻഹു ബോധമറ്റ് വീണു. സഹൽ റളിയല്ലാഹു അൻഹു ബോധമറ്റ് വീണു. അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നബിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനിതാ ബോധമറ്റ് വീണിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് സംശയമുണ്ടോ? അവിടെ ആമിർ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അപ്പൊ നബി തങ്ങൾ പറയാണ്, ഇദാ റആ അഹദുകും മിൻ അഖീഹി, നിങ്ങളുടെ സഹോദരന്മാരിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടാക്കുന്നത് കണ്ടാൽ, മാ യുഅ്ജിബുഹു ഫൽയദ്ഉ ലഹു ബിൽ ബറകതി, അവന് ബറക്കത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ലൈക്കടിച്ചാൽ പോരാന്നർത്ഥം, ബറക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ബാരിക് ലഹു അല്ലെങ്കിൽ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഇസ്ലാമിന്റെ ചെറുതും വലുതുമായ ബാലപാഠങ്ങളൊന്ന് പഠിക്കാനുള്ള
വിജ്ഞാനത്തിന്റെ നിരവധി അനവധി വേദികൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഹൃദയം തുറക്കാൻ, കാത് തുറക്കാൻ, മനസ്സ് തുറക്കാൻ നമ്മളൊന്ന് തയ്യാറാവുക. വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു, മക്കൾ ചെറുപ്രായം മുതൽ ദീന് കിട്ടാൻ മദ്രസ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൗമാരപ്രായക്കാർക്ക് അവരുടെ മനസ്സിനെ പാകപ്പെടുത്താൻ സിയാറി നടന്നുകൊണ്ടിരിക്കുന്നു. രക്ഷിതാക്കളെ, ഓരോ കുടുംബക്കാരും ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്നതമായ ഖൈറും ബറകാത്തും നൽകി നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.